ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്ക് ആൻഡ് വ്യൂ. എത്രയൊക്കെ തരം ക്ലിപ്പൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മളുടെ ഈ തുണികൾ ഉപയോഗിച്ചിട്ടുള്ള ഇതുപോലത്തെ സ്ക്രഞ്ചീസിനൊക്കെ നല്ല ഡിമാൻഡാണ് ഇപ്പോഴും അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഡെൽറ്റ ക്രഷ് ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് തന്നെ നമുക്ക് പല സൈസസിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 5 ഇഞ്ച് വലിപ്പത്തിലുള്ള, അതേപോലെ 30 ഇഞ്ചും നീളം കൊടുത്തിട്ടുള്ളത് 30 ഇഞ്ചും 5 ഇഞ്ചാണ് ഞാൻ ഇതിന് വിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ഫാബ്രിക്കിനെ നല്ല വശവും കൂടി ചേർന്ന് വരുന്ന രീതിയിൽ രണ്ടറ്റവും കൂടി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ് ഇതൊക്കെ നമുക്ക് സ്മോൾ, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ കുറേ സൈസസിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങളിത് സെയിൽ ചെയ്യാനുള്ള പർപ്പസിനാണെങ്കിൽ കറക്റ്റ് ത്രെഡൊക്കെ ഇടണേ. ഞാനിപ്പോൾ നേരത്തെ ചെയ്ത് വെച്ച ആ ത്രെഡ് തന്നെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുക. അതായത് മുകളിൽ വൈറ്റും താഴെ ബോബിനിൽ റെഡുമാണ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ടറ്റവും സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതേപോലെ വെച്ചിട്ട് ആ ഉള്ളിലെ ഫാബ്രിക്കിനെ ഒന്ന് ഇതുപോലെ ചുരുട്ടി കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ അവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് താഴെയുള്ള ഫാബ്രിക്കിൻ്റെ രണ്ട് നല്ല വശവും കൂടി ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിങ്ങനെ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കിത് ഈ താഴെയുള്ള ഈ ഒരു ഫാബ്രിക് ഉണ്ടല്ലോ, അതിന് ഇതുപോലെ നമുക്കൊന്ന് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്കൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. പക്ഷേ ഒരല്പം ഗ്യാപ്പ് ഇട്ട ശേഷം നമുക്ക് ലോക്ക് ചെയ്ത് നിർത്തണം. കാരണം അതുവഴി നമുക്ക് ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. കുറച്ച് ഗ്യാപ്പ് നമ്മൾ വിട്ടിട്ടുണ്ട്. ഇനി ഇതുവഴി നമുക്ക് നമ്മളുടെ നല്ല വശം പുറത്തേക്ക് ഇതുപോലെ എടുക്കണം. ഞാനിതുപോലെ നല്ല വശം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഈ ഒരു ഗ്യാപ്പിലൂടെ വേണം നമുക്ക് ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ഇഞ്ച് വരുന്ന ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് എടുക്കുന്നത് ഞാനിവിടെ ഒരു 7 ഇഞ്ചാണ്. പക്ഷേ ഈ ഒരു സൈസിൽ നിങ്ങൾക്കൊരു 8.5 ഇഞ്ച് വരെ നിങ്ങൾക്ക് എടുക്കാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത് നോക്കൂ. അത് ഓരോ ഇലാസ്റ്റിക്കിൻ്റെ ഇലാസ്റ്റിസിറ്റി അനുസരിച്ചും കൂടിയാണ് അതിൻ്റെ ലെങ്ത്ത്. എന്നാലും 8.5 ഇഞ്ച് എടുത്തോളൂ. അതിന് ശേഷം നിങ്ങൾ ടൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ എടുത്തിട്ട് ഞാൻ 2 ഇലാസ്റ്റിക്കും കൂടി ഇതേപോലെ സൂചിപ്പിന്ന് വെച്ച് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രണ്ടറ്റവും കൂടി ഇതുപോലെ നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വിരിച്ച് ശരിയാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ എഡ്ജ് ഉണ്ടല്ലോ, നമ്മൾ ഗ്യാപ്പ് ചെയ്ത് വിട്ടിട്ടുള്ള ആ എഡ്ജ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ കറക്റ്റ് ത്രെഡ് എടുത്തിട്ടില്ലെങ്കിൽ കുറച്ച് വൃത്തിയില്ലാത്ത പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നമ്മൾ പുറത്തൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ത്രെഡ് എടുക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രഞ്ചി നമ്മുടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഞാൻ വേറൊരു സൈസും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ 5 ഇഞ്ചാണല്ലോ വിട്ടെടുത്തത്. അത് ഞാൻ 4 ഇഞ്ച് വിട്ടും അതുപോലെ ലെങ്ത്ത് ഒരു 25 ഇഞ്ചും എടുത്തിട്ട് ചെയ്തിട്ടുള്ള വേറൊരു സ്ക്രഞ്ചിയാണ്. അതിൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുത്തത് 7 ഇഞ്ചാണ്. ഇനി അത് സിമ്പിളായിട്ടൊരു സ്ക്രഞ്ചി ആയിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ടെയിലും കൂടി നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ അതിനായിട്ട് അതേ പീസ് തന്നെ ഞാനൊരു 9x9, അതായത് ഒരു സ്ക്വയർ പീസ് എടുക്കണം. നമ്മൾ 9 ഇഞ്ച് ലെങ്ത്തും വിട്ടുള്ളൊരു സ്ക്വയർ പീസ് എടുത്തു. ഇതേപോലെ നമ്മളൊന്ന് മടക്കി കൊടുക്കണം. കോണോട് കോൺ മടക്കിയ ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല വശവും വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരല്പം ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. എന്നാലും നമുക്കതിന് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. നല്ല വശത്തേക്ക് തിരിച്ചെടുത്ത ശേഷം നമുക്കിങ്ങനെ ഒരു ട്രയാങ്കിളാണല്ലോ കിട്ടുക. അതേപോലെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ബോയുടെ ഒരു ഷേപ്പ് കിട്ടും. ഇനി അതിൻ്റെ സെൻറ്റർ നമുക്കൊരു നൂല് കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് നമ്മുടെ സ്ക്രഞ്ചീസിലേക്ക്
ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതേ കളറിലുള്ളൊരു പീസ് ക്ലോത്ത്, ചെറിയൊരു പീസ് എടുത്തിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി മെഷീനിൽ. അപ്പോൾ ഇത് നമുക്ക് ഏത് മെറ്റീരിയലിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. നിങ്ങൾക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. നമ്മുടെ സാറ്റിൻ സ്ക്രഞ്ചീസ്, അതുപോലെ ഓർഗാൻസ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഏത് മെറ്റീരിയലിൽ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. നല്ല റേറ്റ് ഉണ്ട്. ചെറിയ സൈസിന് വരെ 200, 300, 400 പറഞ്ഞിട്ടാണ് ഓൺലൈനിലൊക്കെ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഓപ്ഷനും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതുകൊണ്ടാണ് 5 മിനിറ്റിൽ കൂടുതൽ എടുത്തത്. ആക്ച്വലി നിങ്ങൾക്ക് ചെയ്ത് വരുമ്പോൾ ആകെ 2-3 മിനിറ്റ് തന്നെ ധാരാളമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട്, അതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. താങ്ക്